പാകിസ്ഥാൻ സർക്കാരിനെതിരായിട്ടും പാകിസ്ഥാനിലെ എലീറ്റുകൾക്കെതിരായിട്ടും പാകിസ്ഥാനിലെ ഭരണ സംവിധാനത്തിനും പട്ടാളത്തിനും തീവ്രവാദികൾക്കെതിരായിട്ടും നമ്മൾ എതിർത്ത് നിൽക്കുമ്പോഴും പാകിസ്ഥാൻ എന്ന മഹാരാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു കാലത്ത് നമ്മുടെ ഭാഗമായിരുന്ന മഹാരാജ്യത്തെ ജനങ്ങളോട് നമ്മൾ അനുതാപൂർവ്വം പെരുമാറണം എന്നൊരു നിലപാട് പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ സ്വീകരിക്കുന്നത്. കാരണം എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ ഹർഷൻ ഇപ്പോൾ നമ്മൾ വായിച്ചതിലുണ്ടല്ലോ, അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേയുള്ള ആവശ്യമാണ്. എന്താണ്? അവർക്ക് സബ്സിഡി വീറ്റ് നൽകണം. ഈ കറണ്ട് ബില്ല് കുതിച്ചു കയറുകയാണ് എന്ന് വെച്ചാൽ ഇതൊക്കെ പറയുന്ന സാധാരണ കാര്യങ്ങളല്ലേ. അവിടെ ഈ പ്രധാനപ്പെട്ട മറ്റൊന്ന് അവിടുത്തെ ഈ പാർലമെൻറ്റ് സീറ്റുകൾ, അസംബ്ലിയിലെ സീറ്റുകളിൽ ഈ കശ്മീരിൽ നിന്ന് വന്ന ആളുകൾക്കുള്ള പ്രത്യേക റിസർവേഷൻ നിർത്തലാക്കണം. കാരണം ഇവിടെയുള്ള ഈ പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾ അവിടേക്ക് ചെല്ലുന്നില്ല എന്നതാണ്. അത് അവരോടുള്ള ഈ പറയുന്ന ആ സീറ്റിൽ വരുന്ന ആളുകളോടുള്ള വിദ്വേഷം കൊണ്ടല്ല, ആ സീറ്റിലുള്ള ആളുകളെ കൊണ്ട് ഇവർ നടപ്പാക്കുന്നത് ഇസ്ലാമാബാദിലെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ ഈ എലീറ്റ് ഭരണ നേതൃത്വത്തിൻ്റെ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള സ്ഥലമായിട്ട് ഞങ്ങളെ മാറ്റുകയാണ്. ഞങ്ങളുടെ പ്രാദേശിക പ്രാതിനിധ്യം അവിടെ ഇല്ല എന്നാണ് ഈ പറയുന്ന ഇവരുടെ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതാക്കളും മറ്റും പറയുന്നത്. അപ്പോൾ ഷൗക്കത്ത് നവാസ് മിർ എന്നാണ് ഈ നേതാവ്. 70 വർഷമായിട്ട് ഞങ്ങളിങ്ങനെ അവഗണിക്കപ്പെട്ട് നിൽക്കുകയാണെന്നാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ഇതിനേക്കാൾ രൂക്ഷമാകുമോ എന്ന ചോദ്യം, ഹർഷനിപ്പോൾ ഉന്നയിച്ച ചോദ്യം സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ട്. അവിടെ ഒരു പ്രശ്നം പാകിസ്ഥാൻ്റെ മുന്നിൽ ഉള്ളത് ഹർഷ നമുക്ക് ഓർമ്മയുണ്ട്. പാകിസ്ഥാൻ 2 രാജ്യങ്ങളായിട്ട് മാറിയതാണ്. ഇതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇത് സമാനതകളില്ല. കാരണം ഇത് അതിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പ്രദേശമാണെങ്കിൽ തന്നെയും പാകിസ്ഥാനും കൂടെ കൾച്ചറലി മനസ്സിലാക്കാവുന്ന ഒരു പ്രദേശമാണ്. ബംഗ്ലാദേശായിട്ട് പിരിഞ്ഞു പോയത് 1600 കിലോമീറ്ററോളം ഇന്ത്യ വിഭജിച്ച് കിടന്നിരുന്ന പ്രത്യേകമായുള്ളൊരു ഭൂഭാഗമായിട്ടാണ് പോയത്. പക്ഷേ ഇതുപോലെ അതൃപ്തി വളർന്നിട്ടാണ് അങ്ങനെ ഒരു രാജ്യം വിട്ടുപോയത് എന്ന ഭയം അവർക്കുണ്ട്. അവർ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോഴും ഈ കശ്മീർ ഭാഗത്ത് നമ്മൾ ഈ പറയുന്ന ഭൂപ്രദേശത്തുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. ഇന്ത്യ നമ്മുടെ തന്നെയാണ് ആ പ്രദേശത്ത് കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കൂടെ സമരത്തിലേക്ക് പോകുമോ? ഈ സമരങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്ന സംഗതികൾ രൂക്ഷമായിട്ട് എന്ന കുറച്ച് വൈൽഡായിട്ടാണെങ്കിൽ തന്നെയും അങ്ങനെ ഒരു ആശങ്ക കൂടെ എന്തായാലും ഭരണനേതൃത്വത്തിനുണ്ട്. ഭരണനേതൃത്വം എന്ന് വെച്ചാൽ അവിടെയുള്ള ഭരണനേതൃത്വത്തിന്, മറ്റുള്ളവർ മറ്റേ ട്രംപിന് സമാധാന പുരസ്കാരം കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്.